കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ്, അതായത് ജനുവരി 14 മാർക്കറ്റ് നമ്മൾ വരച്ച ലൈൻസ് എല്ലാം റെസ്പെക്റ്റ് ചെയ്തോ എന്നൊന്ന് പെട്ടെന്ന് നോക്കി വരാം. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ നമ്മൾ തന്ന ലെവലായ 25,746 തലേ ദിവസത്തെ VPOC ലെവലായ 25,790 ഫസ്റ്റ് റിജക്ഷൻ വന്നത്. അതിനുശേഷം 25,746 സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് 790 ബ്രേക്ക്ഔട്ട് ചെയ്തു. ബ്രേക്ക്ഔട്ട് VPOCയിൽ അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാൻ നോക്കിയെങ്കിലും അത് പറ്റിയില്ല. എന്നിട്ട് മാർക്കറ്റ് താഴോട്ട് വീണിട്ട് ആ ഫോള് സസ്റ്റെയിൻ ചെയ്തത് 25,665, അതും നമ്മുടെ ലെവലായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് പിന്നെ 25,746 ഒരു ബ്രേക്ക്ഔട്ടിന് ശ്രമിച്ച് അത് ഫെയിലായിട്ട് അവസാനം താഴെ ക്ലോസ് ആവുകയാണ് ചെയ്തത്. നമ്മുടെ ലൈൻസ് എല്ലാം മൊത്തത്തിൽ ഫ്യൂച്ചർ ചാർട്ടിൽ റെസ്പെക്ട് ചെയ്തു. പിന്നെ സ്പോട്ട് ചാർട്ടിൽ നമ്മൾ ഗാമ എക്സ്പോച്ചർ അനാലിസിസ് വെച്ച് പറഞ്ഞ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തതും ക്ലോസ് ചെയ്തതും. മാർക്കറ്റിലെ ജയത്തിനും തോൽവിക്കൊക്കെ ഒരു ദിവസത്തെ ആയുസേ ഉള്ളൂ. അപ്പം പാസ്റ്റ് കളഞ്ഞ് നമുക്കിനി പ്രസൻറ്റിലോട്ട് വരാം. അപ്പോൾ നാളെ 16 മാർക്കറ്റിൻ്റെ ഒരു പ്രീ മാർക്കറ്റ് അനാലിസിസ് നമുക്കൊന്ന് തുടങ്ങാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണ്. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടും സ്പോട്ട് ചാർട്ടും തമ്മിൽ 100 പോയിൻറ്റിന് വ്യത്യാസം ഉണ്ടാവും. അപ്പം ദയവായിട്ട് നിങ്ങൾ ലൈൻസ് എല്ലാം മാർക്ക് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ ചാർട്ട് റെഫറൻസ് ആയിട്ട് വയ്ക്കുക. നമുക്കിനി റിലേറ്റീവ് വോളിയം പ്രൊഫൈൽ അനാലിസിസ് ആദ്യം ചെയ്യാം. ഈ കാണുന്നതാണ് 14 വോളിയം പ്രൊഫൈൽ. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് 13 പ്രൊഫൈൽ ഒരു ഡി ഷേപ്പാണ് തോന്നുമെങ്കിലും അതൊരു ഡി ഷേപ്പ് അല്ല, അതൊരു ബി ഷേപ്പ് തന്നെയാണ്. അതായത് ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂഷനോ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷനോ ആണ് നമ്മൾ 16 പ്രതീക്ഷിക്കേണ്ടത്. പ്രധാനപ്പെട്ട ഏരിയാസിൽ വരുമ്പോഴത്തേക്കും ആ ബി ഷേപ്പ് നോഡിൻ്റെ ടോപ്പ് ബോട്ടം പിന്നെ കഴിഞ്ഞ ദിവസത്തെ VPOC വളരെ ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. സോ അത് നമുക്ക് എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. 16 ഒരു ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ അതോ ഫ്ലാറ്റ് ആണോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഫ്ലാറ്റോ ഒരു മൈനർ ഗ്യാപ്പ് അപ്പ് ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ 14 VPOC ആ നോഡ് ജസ്റ്റ് ഒരു സപ്പോർട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കൗണ്ടർ ട്രേഡ് നോക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ലോങ്സിന് പറ്റിയൊരു എൻട്രിയാണ്. ഇനി അതല്ല അത് ഹോൾഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഷോർട്ടായിട്ട് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ലെവൽസ്. പിന്നെ അതുപോലെ ഒരു പ്രീ മാർക്കറ്റിൽ തരാൻ പറ്റുന്ന ട്രേഡ്സ്. മാർക്കറ്റ് ഡൈനാമിക് ആണ്, ശ്രദ്ധിക്കുക. നമ്മൾ മാർക്കറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് നമ്മുടെ പ്ലാൻസും ചേഞ്ച് ചെയ്യാം. അപ്പം ഞാൻ നമ്മുടെ മെയിൻ പ്രൊഫൈലിൽ ആ ലൈൻസൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം കറക്റ്റായിട്ട്. ഇത് 14 ലൈൻസ് മാത്രമാണ്. നമുക്ക് മാർക്കറ്റ് ഇതിൻ്റെ മേലിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ലൈൻസ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഉള്ള ദിവസങ്ങളിൽ ഇതേ ലോജിക്ക് ഉപയോഗിച്ച് വരച്ച ലൈൻസ് ഒരു ചാർട്ട് പോലെ ഞാൻ ഷെയർ ചെയ്യാം. ഈ വീഡിയോയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ്, കാര്യം ഒരുപാട് ലൈൻസ് വരുമ്പം നിങ്ങൾക്ക് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പം ഞാൻ ആ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം, അതല്ലെങ്കിൽ ചാനൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് അതുപോലെ ഗാമ എക്സ്പോഷ്യർ ഇതിൻ്റെ അനാലിസിലോട്ട് വരാം. 25,665 ക്ലോസ് ചെയ്ത നിഫ്റ്റിക്ക് ഒരു ഫസ്റ്റ് ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 25,700 ആണ്. അവിടെ ഒരു ചെറിയൊരു കോൾ വാളുണ്ട്. അവിടെ 6 മില്യൺ കോൾ റൈറ്റേഴ്സ് ഉണ്ട്. അവിടെ പുതുതായിട്ട് 3 മില്യൺ കോൾ റൈറ്റിംഗ് ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം വരുന്നൊരു റെസിസ്റ്റൻസ് 25,800 അവിടെ 8.8 മില്യൺ ടോട്ടൽ OI ഉണ്ട്. പുതുതായിട്ട് കോൾ റൈറ്റിംഗ് 3.1 മില്യൺ. സപ്പോർട്ട് സലോട്ട് വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് വരുന്നത് 25,600. അവിടെ ടോട്ടൽ OI 5 മില്യൺ, 2.2 മില്യൺ പുതുതായിട്ട് പുട്ട് റൈറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാമ എക്സ്പോഷ്യറിൻ്റെ ചാർട്ട് അനലൈസ് ചെയ്യാം. അപ്പം ഈ കാണുന്നതാണ് ഗാമ എക്സ്പോഷ്യറിൻ്റെ ചാർട്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 25,650, 25,700, 25,750 ഈ 3 ലെവൽസും നമുക്ക് അത്ര റിലയബിൾ അല്ല. കാര്യം ചേഞ്ച് ഓഫ് ഹാൻഡ്സ് എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോൾ ഇൻട്രാഡേയിൽ ഇടയ്ക്ക് ഗാമ എക്സ്പോഷർ ചെക്ക് ചെയ്തിട്ട് ഈ ലെവൽസ് എങ്ങനെയാണ് പൊസിഷൻ ചെയ്യുന്നത് എന്ന് നോക്കി ട്രേഡ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ഡീലിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു വരുന്നത് 25,600 തൊട്ട് 25,800 വരെയുള്ളതാണ്. അവിടെയാണ് മേജറായിട്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഗാമ എക്സ്പോഷർ നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ അനാലിസിസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.